മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകില്ല. ഹൈക്കമാൻഡിന് മുന്നിൽ നിലപാട് വ്യക്തമാക്കി തരൂർ. കേരള രാഷ്ട്രീയത്തിൽ സജീവമായി തുടരും. ആശ്വാസത്തിൽ സതീശനും മറ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം അവതരിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശവും തനിക്കില്ലെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച ശശി തരൂർ MP. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താനില്ലെന്ന് തരൂർ വ്യക്തമാക്കിയത്. തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുമെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനിടെയാണ് കേന്ദ്ര നേതൃത്വത്തെ തിരുവനന്തപുരം MP തന്റെ നിലപാട് അറിയിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ നേതാക്കൾ തരൂരിനോട് ആവശ്യപ്പെട്ടു. ഇതിനോട് അനുകൂലമായി പ്രതികരിച്ച തരൂർ ഇക്കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന നേതൃ ക്യാമ്പിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തരൂർ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകണമെന്ന് രാഹുൽ ഗാന്ധിയും ഖർഗെയും ആവശ്യപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ശശി തരൂർ നേതൃത്വത്തെ അറിയിച്ചതായാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങൾ തന്റെ പ്രസ്താവനകൾ ഭാഗികമായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് പല വിവാദങ്ങൾക്കും കാരണമെന്നും തന്റെ പ്രസ്താവന പൂർണ്ണമായി മനസ്സിലാക്കാതെ മറ്റ് നേതാക്കൾ പ്രതികരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇക്കാര്യം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളെ അറിയിക്കുകയും തരൂരിനെ പ്രകോപിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്ന തരൂരിന്റെ നിലപാട് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന മറ്റു നേതാക്കൾക്കെല്ലാം ആശ്വാസമായിരിക്കുകയാണ്. UDF, LDF, NDA മുന്നണികൾ തമ്മിൽ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിലാണ് തരൂർ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. UDFന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ പഴി കേൾക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തരൂർ പറഞ്ഞു. വയനാട്ടിൽ നടന്ന ലക്ഷ്യ 2026 നേതൃക്യാമ്പിൽ തരൂരിന് മികച്ച പരിഗണനയാണ് ലഭിച്ചത്. VD സതീശന്റെ സമാപന പ്രസംഗത്തിൽ തരൂരിന്റെ ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാർട്ടി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്ന് തരൂർ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥികളിൽ 50% യുവാക്കളും സ്ത്രീകളുമായിരിക്കുമെന്ന VD സതീശന്റെ പ്രസ്താവന അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം നിർണായക കാര്യങ്ങളിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തേണ്ടതിന്റെ ആവശ്യകത തരൂർ ഊന്നി പറഞ്ഞു. നഗരപ്രദേശങ്ങളിലും മറ്റുമുള്ള തരൂരിന്റെ സ്വാധീനം UDFന്റെ പ്രചാരണത്തിന് കരുത്തേകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. UDF ലീഗിന്റെ തിരക്കഥയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം മറികടക്കാൻ തരൂരിനെ പോലെയുള്ള നേതാവിന്റെ വരവ് സഹായകരമാകുമെന്നാണ് ഒരു UDF നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തരൂരിന്റെ വരവ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്നും ചില നേതാക്കൾ കരുതുന്നുണ്ട്. ലീഗ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഹമാസിനെ പരസ്യമായി വിമർശിച്ച ഏക നേതാവ് തരൂരാണെന്ന് ഒരു KPCC ഭാരവാഹി ചൂണ്ടിക്കാട്ടി. പലസ്തീൻ വിഷയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ ക്രൈസ്തവ പുരോഹിതർക്കിടയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. മുസ്ലിം പ്രീണനം എന്ന ആരോപണത്തിൽ സഭയ്ക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ നേതൃത്വത്തിലുള്ള തരൂരിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താനില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിനുള്ളിൽ വലിയ സ്വീകാര്യതയാണ് ശശി തരൂരിന് ലഭിച്ചിരിക്കുന്നത്. ഇലക്ഷന് ശേഷം UDF അധികാരത്തിലെത്തുകയും നേതാക്കൾ തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്തുകയും ചെയ്താൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രിയായി കേന്ദ്രം നോമിനേറ്റ് ചെയ്താലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.